ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. രാവിലെ നേരത്തെ എണീറ്റ് ഞാനിതാ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. 2 കപ്പ് ബസുമതി റൈസ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് പൊതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ജസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുത്തു. അതിനുശേഷം പിന്നെ നമ്മുടെ പയറും ക്യാരറ്റും കൂടി ഒന്ന് ഫ്രൈ ആക്കി അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു. ആ വെള്ളം തിളച്ച് വരുന്ന രീതി അതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതിങ്ങനെ തിളയ്ക്കുന്ന ആ സമയത്ത് പിന്നെ ഞാൻ സോയാബീൻ അവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോയാബീൻ ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ആ സോയാബീനും കൂടി നമ്മുടെ പുലാവിലേക്ക് ഏഡാക്കി. കുട്ടികൾക്കും കൊണ്ടുപോവുക, അതുപോലെ എനിക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് റൈസ് ഉണ്ടാക്കുന്നത്. അവർക്ക് ബ്രഞ്ചാണ് ആവശ്യം, ലഞ്ചിൻ്റെ ആവശ്യമില്ല. രാവിലെ നേരത്തെ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒരു 2:30 ആകുമ്പോഴേക്കും ക്ലാസ് കഴിയും കേട്ടോ. അപ്പോൾ ഞാനിതാ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെച്ച് 2 ആളെയും എണീപ്പിച്ച് റെഡിയാക്കി. ഇനി ഭക്ഷണം കൊടുക്കണം, അതൊരു ടാസ്ക്കാണ്. അപ്പോൾ 2 ആൾക്കും വാരി കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലി ഒരാൾക്ക് ചുവന്ന ചമ്മന്തിയാണ് വേണ്ടത്, മറ്റാൾക്ക് വെള്ള ചമ്മന്തിയാണ് വേണ്ടത്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് റൈസ് ആക്കാം. ഇന്ന് ഏട്ടനും ഫുഡ് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടനുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും കുറച്ച് കൂടുതലുണ്ടാക്കി. എനിക്കാണെങ്കിലും ഓഫീസിലേക്ക് ഉച്ചയ്ക്ക് ഞാൻ ഇവിടുന്ന് ഫുഡ് കൊണ്ടായിട്ടാണ് കഴിക്കാറുള്ളത്. ഫുഡ് മുഴുവൻ കഴിച്ചിട്ട് വരണേ, വെള്ളം മുഴുവൻ കുടിച്ചിട്ട് വരണേന്ന് പറഞ്ഞാലും ഇത് രണ്ടൊന്നും സംഭവിക്കാറില്ല. പിന്നെ ഉച്ചയ്ക്ക് 2:30 ആകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ചോറുണ്ണു. അതുകൊണ്ടാണ് ഞാൻ കുറച്ചാക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്നാക്സിന് കൊടുക്കുന്നത് ബിസ്ക്കറ്റും ബദാമുമാണ്. ശരിക്കും ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കരുതെന്നാണ്, പക്ഷേ ഇവർക്ക് അതേ വേണ്ടുള്ളൂ. ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല കൊണ്ടുപോയിട്ട്. അപ്പോൾ പിന്നെ നമുക്കിതേ രക്ഷയുള്ളൂ. മുടി 2 ഭാഗം കൊമ്പ് കെട്ടിയിട്ടാട്ടോ സ്കൂളിലേക്ക് ആമിക്കുട്ടി പോവാറുള്ളത്. ആദ്യമൊന്നും മുടി കെട്ടാനും പിടിക്കാനും ഒന്നും സമ്മതിക്കാറില്ലായിരുന്നു. മുടി വെറുതെ അഴിച്ചിട്ടിട്ട് ഫ്രീ ഹെയർ ആയിട്ട് പോകും. പക്ഷേ ഇക്കൊല്ലം മുതൽ നല്ല കുട്ടിയായിട്ട് മുടി കെട്ടാനൊക്കെ വെച്ചിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. പക്ഷെ നമുക്ക് അധികം സമയം ഉണ്ടാവാറില്ല മുടിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ ജസ്റ്റ് 2 ഭാഗം കൊമ്പ് കെട്ടി നമ്മൾ റെഡിയാക്കി നിർത്തും. മുറ്റത്ത് മുല്ലപ്പൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അൻഷു പോയിട്ട് മുല്ലപ്പൂ ഉണ്ടോ നോക്കും. മുല്ലപ്പൂ കുറേ ഉണ്ടെങ്കിൽ ഞാൻ കെട്ടി വെച്ച് കൊടുക്കും. കുറച്ചാണെങ്കിൽ 2 ഭാഗത്തും കൊമ്പിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. 7:20 വണ്ടി വരുന്നത്. ഇന്നിപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മഴയൊന്നും ഉണ്ടാവില്ല അമ്മ, അതുകൊണ്ട് കുട കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു ഇന്ന് എടുക്കണ്ട, അങ്ങനെ പോട്ടെ എന്ന്. ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇന്ന് ഓഫീസിലേക്ക് ഞാൻ ബദാമും കുറച്ച് കടലയാണ് എടുത്തത്. കുട്ടികൾക്ക് അത് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാനാണേ കടല വാങ്ങിയത് മൊത്തം കൊണ്ടുപോയി കഴിക്കുന്നത്. ഞങ്ങൾക്ക് സ്നാക്സിൻ്റെ ഒരു ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ആ ടീ ബ്രേക്കിൻ്റെ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് വെച്ചു. പാല് വാങ്ങാൻ അവിടെ പാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം നമുക്ക് 7:30. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ക്ലീനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാം. ബേക്കറി ഐറ്റംസ് എടുത്തിട്ട് സോഫയിലും അവിടെയും ഇവിടെയൊക്കെ കൊഴിച്ചിടുന്നതുകൊണ്ട് തന്നെ രാവിലേക്ക് ആകുമ്പോഴേക്കൊക്കെ ഉറുമ്പിൻ്റെ കോട്ടയായിരിക്കും കേട്ടോ. അപ്പോൾ ഉറുമ്പിനെയൊക്കെ തട്ടി ഒഴിവാക്കുന്നതാണ് എൻ്റെ മെയിൻ ടാസ്ക്. ഇത് കഴിയുമ്പോഴേക്കും തിരുമ്പാനുള്ള തുണികളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ തിരുമ്പി വെക്കും. നേരത്തെ നമ്മൾ തിരുമ്പിയിട്ട് മുകളിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അധികം വെയിൽ കൊള്ളണ്ട. ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല വെയിൽ വരും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ അധികം നിൽക്കാൻ പറ്റില്ല. നേരത്തെ നമ്മൾ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വെയിൽ കൊള്ളാതെ രക്ഷപ്പെടാം. അപ്പോൾ ഇതാ ഈ തുണികളൊക്കെ ഞാൻ ഇനി ഈ അയലിൻ്റെ മുകളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നാണെങ്കിൽ നല്ല വെയിൽ കാണുന്നതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ മഴ മൂടിയിട്ട് നമ്മൾ തുണി എടുത്ത് വെക്കലും അകത്തേക്ക് എടുത്ത് വെക്കലും പുറത്തേക്ക് ഇടലും തന്നെയാണ് അമ്മേൻ്റെ പണി. അപ്പം ഞാൻ അത് കഴിഞ്ഞ് കുളിച്ചു. പിന്നെ നേരെ പോയി ചായ കുടിക്കാനിരുന്നു കേട്ടോ. ഇന്ന് ഇഡ്ഡലി ആയിരുന്നു. 2 ഇഡ്ഡലിയാണ് ഞാൻ എടുത്തത്. ഇഡ്ഡലി ദോശ ഇതൊക്കെ എനിക്ക് കുറച്ചേ പോവുള്ളൂ കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഓഫീസിലേക്ക് പോവാണ്. വണ്ടി എടുത്ത് ഞാനിപ്പോൾ അടുത്ത് മുതലാണ് പോകാൻ തുടങ്ങിയത്. ഇതുവരെ ഞാൻ പേടിച്ച് നിൽക്കുകയായിരുന്നേ. അൻഷുവിൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയം വരെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഡെലിവറിക്ക് ശേഷം പിന്നെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഒന്ന് റെഡി ആയത്. അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് എത്തിയപ്പോൾ അതാ കുട്ടിപ്പടകളൊക്കെ വീട്ടിലുണ്ട്. അൻഷു ആദ്യമായിട്ടാണ് അങ്ങനെ ധോനീനെ അങ്ങനെ എടുത്ത് നടക്കുന്നത് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുഞ്ഞുവാവേനെ എടുത്ത് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരൊക്കെ TV-യിൽ ഇങ്ങനെ ഓരോന്ന് വെച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുകയായിരുന്നു പരിപാടി. വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, മധുരടാത്ത കാപ്പി. അതാണ് വൈകുന്നേരം എൻ്റെ ശീലം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ദാ ധോനീനെ വിളിക്കുകയാണ്. ആരുടെ അടുത്തേക്കാണ് ധോനി വരിക എന്ന് ചോദിച്ചിട്ട്.
സ്ഥലത്തേക്കാ പോണത്? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.